ഹിന്ദി ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിന്റെ കൂടെ തന്നെ ആ ചാപ്റ്ററിലെ പോർഷൻസ് വരാറുണ്ട്. അത് നോക്കി തന്നെ നമുക്ക് ആൻസേഴ്സ് ഭംഗിയായിട്ട് എഴുതാൻ സാധിക്കും. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ബാദൽ ക്യോം സുന്ദർ ലഗ്തേ ഹേ. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം, ക്യോം എന്തുകൊണ്ട്, സുന്ദർ മലയാളത്തിലെ സുന്ദരം എന്ന് പറയുന്ന അതേ അർത്ഥം തന്നെ, സുന്ദരമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്. ബാദൽ എന്തുകൊണ്ടാണ്, ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം എന്തുകൊണ്ടാണ് സുന്ദരമായിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പൊ അതിന്റെ ആൻസർ ഇവിടെ തന്നെ ഉണ്ട്. ഇതേ വാക്കുകൾ യൂസ് ചെയ്താണ് നമ്മളത് ഒരു സെന്റൻസ് ആക്കി എഴുതുന്നത്. ആസ്മാൻ മേ ബാദൽ, ആകാശത്തിൽ മേഘം, പേടോം ജയ്സെ മരങ്ങളെ പോലെ, പേട് എന്ന് പറഞ്ഞാൽ മരം, ബേഡോം ജയ്സെ ബേഡ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാട്, ചെമ്മരിയാടുകളെ പോലെ, ചൽത്തെ ഗോഡെ ജയ്സെ, ചൽത്തെ ഗോഡെ ജയ്സെ എന്ന് പറയുമ്പോൾ ചലിക്കുന്ന കുതിരയെ പോലെ, ഔർ ആൻഡ് എന്നുള്ള അർത്ഥമാണ്. ആൻഡ് ഹാത്തിക്ക് ജോഡെ ജേസെ, ഹാത്തി എന്ന് പറഞ്ഞാൽ ആന, ആനയുടെ, ഹാത്തിക്ക് ജോഡെ ആനയുടെ ജോഡിയെ പോലെ എല്ലാം കാണപ്പെടുന്നുണ്ട് അല്ലെ. ദേഖ്നെ ലഗ്താ ഹെ, ദേഖ്നെ ലഗ്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണപ്പെടുന്നുണ്ട്. ഇസ്ലിയെ ഇതുകൊണ്ട്, ബാദൽ സുന്ദർ ലഗ്തേ ഹെ, ബാദൽ സുന്ദർ ലഗ്തേ ഹെ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. മേഘം സുന്ദരമായിരിക്കുന്നു. അതിന്റെ കാരണങ്ങൾ നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് തന്നെ മനസ്സിലാക്കി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ബാദൽ കെ ബരസ്നെ പർ. ബാദൽ കെ ബരസ്നെ പർ എന്ന് പറയുമ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ബാദൽ എന്ന് പറയുമ്പോൾ മേഘം, മേഘം പെയ്യുന്നതിനാൽ. പർ എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷൻ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കോൻ കോൻ ഗുഷ് ഹോത്തെ ഹെ, കോൻ കോൻ ആരെല്ലാം, ഗുഷ് ഹോത്തെ ഹെ സന്തോഷിക്കുന്നു. ഗുഷ് എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ് അർത്ഥം. അപ്പോ അതിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പോർഷനിൽ പറഞ്ഞിട്ടുണ്ട്. മോർ, പീകോക്ക്, കാഗസ് കി നയ്യ, കാഗസ് എന്ന് പറഞ്ഞാൽ കടലാസ്, കാഗസ് കി കടലാസിന്റെ, നയ്യ ബോട്ട് കടലാസിന്റെ ബോട്ട് അല്ലെങ്കിൽ കടലാസിന്റെ തോണി, ഗയ്യ പശു, ഇവരെ പറ്റിയാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം ചേർത്ത് നമ്മൾ ആൻസർ ആക്കി. ബാദൽ കെ ബരസ്നെ പർ, ഇവിടെ ക്വസ്റ്റ്യനിലുള്ള അതേ പോർഷൻ തന്നെയാണ്. ബാദൽ കെ ബരസ്നെ പർ മോർ, കാഗസ് കി ഗയ്യ ഔർ ഗയ്യ, ഗുഷ് ഹോത്തെ ഹെ, ഗുഷ് ഹോത്തെ ഹെ എന്നും ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. അടുത്ത ആക്ടിവിറ്റിയിൽ നമ്മളോട് പടയും ജോഡേ ബനായ എന്നാ പറഞ്ഞിരിക്കുന്നത്. വായിച്ചിട്ട് എന്തുണ്ടാക്കണം, പെയേഴ്സ് അല്ലെ, ജോഡേ ബനായ എന്ന് പറഞ്ഞാൽ പെയേഴ്സ് ഉണ്ടാക്കണം. ഒരേ പോലെയുള്ള വാക്കുകൾ, ആയെ ഛായെ കണ്ടോ. ഇവിടെ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്, 2 എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്. ആയെ ഛായെ കമ്പൽ ബാദൽ. അപ്പൊ ഇതുപോലെ നമ്മള് കമ്പൈൻ ചെയ്ത് എന്തുണ്ടാക്കണം, ജോഡികൾ അല്ലെങ്കിൽ പെയേഴ്സ് ഉണ്ടാക്കണം. അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോ പായി ആയി കണ്ടോ, ഒരേപോലെയല്ലേ ഇരിക്കുന്നത്. പായി ആയി കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഘോഡെ ജോഡെ, ഇവര് രണ്ടുപേരെയും കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. ഘോഡെ ജോഡെ ഒരേപോലെയാണ് വായിക്കുമ്പോ അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് വരുന്നത്. ചംകായി ദിഖായി, ഈ 2 വേർഡ്സ് നമുക്ക് ജോയിൻ ചെയ്ത് എഴുതാൻ പറ്റും. പിന്നെയോ ഇനി ഇതിലോ വേറെയും കുറെ വാക്കുകളുണ്ടല്ലോ. കൽക്കൽ ഛൽച്ചൽ, ഇവരെയും ഒന്നിച്ച് നമുക്ക് ഒരു ജോഡിയാക്കാൻ പറ്റും. പിന്നെ ആരാ ഉള്ളത്, നയ്യ ഗയ്യ, ഇവർക്കും ഒരേ സൗണ്ട് ആണുള്ളത്. അപ്പൊ അങ്ങനെ പേഴ്സ് ആക്കിയിട്ട് ഇവിടെ തന്നെ നോക്കി എഴുതിയാൽ മതി. അടുത്ത ആക്ടിവിറ്റി ഇങ്ങനെയാണ്. ചിത്ര ദേഖേം, ചിത്രം നോക്കി അല്ലെങ്കിൽ നോക്കൂ. കവിതാസെ, കവിതയിൽ നിന്ന്. ഉചിത് പങ്ക്തിയാം, ഉചിതമായ വരികൾ. ലിഖേം, ഉചിതമായ വരികള്, ഈ ചിത്രത്തിനനുസരിച്ചുള്ള വരികള് നമ്മൾ കവിതയിൽ നിന്ന് നോക്കി എഴുതാനാണ് പറയുന്നത്. ഇവിടെ ഇതാ കറുത്ത മേഘത്തെയൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന് ചേർന്നത് കാലേ കാലേ പാനി വാലെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ കവിതയിൽ നമ്മൾ പഠിക്കുന്ന അതേ സെന്റൻസ് അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അത് നോക്കി എഴുതിയാൽ മതി. കാലേ കാലേ എന്ന് പറഞ്ഞാൽ കറുത്ത നിറത്തിലുള്ള, കാല എന്ന് പറഞ്ഞാൽ കറുപ്പ് എന്നാണ് അർത്ഥം. പാനി വാലെ, പാനി എന്ന് പറഞ്ഞാൽ വാട്ടർ, പാനി വാലെ വെള്ളമുള്ള. ആസ്മാനുമേം ആകാശത്തിൽ. ബാദൽ ആയേ മേഘം വരുന്നു. ബോലോ പറയൂ, ബോൽന എന്ന് പറഞ്ഞാൽ പറയുക എന്നാണ് അർത്ഥം. കൈസെ ആക്കർ ഛായ എങ്ങനെയാണ് വന്ന് സ്പ്രെഡ് ആകുന്നത് എന്ന് പറയാനൊക്കെ പറയുന്ന ആ ഒരു വരികൾ ഇവിടെ എഴുതാം.
ഇനി ഇവിടെ പല പല ഷേപ്പില് എന്ത് കാണുന്നുണ്ട്? ആനയെ പോലെയും കുതിരയെ പോലെയും എല്ലാം കാണപ്പെടുന്നുണ്ട്. മരത്തെ പോലെ എല്ലാം കാണുന്ന മേഘത്തെയാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് ചേർന്ന വരികൾ പേടോം ജയ്സെ, ഭേടോം ജയ്സെ, ലഗ്തെ ജയ്സെ ചലത്തെ ഘോടെ, ബൻ ജാത്തെ ഹാത്തി കെ ജോടെ. ഈ സെന്റൻസ് അല്ലെങ്കിൽ ഈ വരികളാണ് ഇവിടെ ചേർന്നത്. ഇതിന്റെ അർത്ഥം ഒരിക്കൽ നമ്മൾ പറഞ്ഞതല്ലേ, പേടോം ജയ്സെ മരങ്ങളെ പോലെ, ബേഡോം ജയ്സെ ചെമ്മരിയാടുകളെ ഷീപ്സിനെ പോലെ, ലഗ്തെ ജയ്സെ ചലത്തെ ഘോടെ ചലിക്കുന്ന ഘോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോഴ്സ്, കുതിര, കുതിരയെ പോലെ എല്ലാമാണ്. ബൻജാത്തെ ഹാത്തി കെ ജോടെ ആനയുടെ പെയറിനെ പോലെ എല്ലാമാണ് ആയിത്തീരുന്നു എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു പിക്ചർ ഇങ്ങനെയാ തന്നിരിക്കുന്നത്. പീകോക്ക്, പീകോക്കിനെ പറ്റി പറയുന്ന സെന്റൻസ്. മോർ മകൻമൻ, വളരെ സന്തോഷമായ മനസ്സോടെ. മോർ എന്ന് പറഞ്ഞാൽ പീകോക്ക്. ഛൂം ഛനൻചൻ, ഡാൻസ് കളിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഝൂം ഝൂംകർ നാച്ച് ദിഖായേ, ഝൂംന എന്ന് പറഞ്ഞാൽ ആടുക, ആടി ആടി. ഡാൻസ്, നാച്ച് എന്ന് പറയുമ്പോൾ ഡാൻസ് ആണ്. ദിഖായേ ഡാൻസ് കളിക്കുന്നു. ഖുഷ് ഹോ ഹോക്കർ ഗാന ഗായേ, സന്തോഷത്തോടെ. ഖുഷ് എന്ന് പറഞ്ഞാൽ സന്തോഷം. ഗാന ഗായേ പാട്ട് പാടുന്നു. അപ്പൊ ഈ ഒരു സെന്റൻസ് ഇവിടെ ചേരും. ഇനി ഇവിടെ പശുവിനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം പശു സന്തോഷത്തോടെ ഓടുന്ന കാര്യം പറയുന്നുണ്ട്. ആ സെന്റൻസ് എഴുതാം. ബർസെ ബാദൽ കൽക്കൽ ഛൽഛൽ, തൈർ ചലി കാഗസ് കി നയ്യ, പൂഞ്ച് ഉഠാക്കർ ഭാഗി ഗയ്യ. പൂഞ്ച് എന്ന് പറഞ്ഞാൽ വാല്, ഉഠാക്കർ പൂഞ്ച് ഉഠാക്കർ വാല് പൊക്കി, ഭാഗി ഗയ്യ ഓടിപ്പോയി പശു എന്നാണ് പറയുന്നത്. ബർസെ ബാദൽ, ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം, മേഘം അത് മഴയെ പറ്റിയാണ് പറയുന്നത്. മഴ പെയ്യുമ്പോൾ. കൽക്കൽ ചലച്ചൽ അതിന്റെ ആ ഒരു മേളം അല്ലെങ്കിൽ താളത്തെയാണ് സൂചിപ്പിക്കുന്നത്. തൈർ എന്ന് പറഞ്ഞ തൈർന എന്ന് പറഞ്ഞാൽ നീന്തുക. തൈർ ചലി കാഗസ് കി നയ്യ, കാഗസ് കി നയ്യ എന്ന് പറയുമ്പോൾ കടലാസിന്റെ തോണി. തൈർ ചലി നീന്തിപ്പോയി. അപ്പൊ ഈ ഒരു സെന്റൻസ്, കവിതയിലെ സെന്റൻസ് ഈ ഒരു പിക്ചറിന് യോജിച്ചതാണ്. അടുത്ത ആക്ടിവിറ്റി ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. കവിതാസെ, കവിതയിൽ നിന്ന്. പങ്ക്തിയാം ചൂനെ, സെന്റൻസസ് അല്ലെങ്കിൽ വരികൾ തിരഞ്ഞെടുക്കൂ. ലിഖേം, എഴുതൂ. അപ്പൊ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് അതിന് ചേരുന്ന കവിതയിലെ വരികൾ നമ്മൾ കണ്ടെത്തി എഴുതണം. ഇവിടെ ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ബിജലി, ബിജലി എന്ന് പറഞ്ഞാല് ലൈറ്റ്നിങ് എന്ന് പറയാം. ഇലക്ട്രിസിറ്റിക്ക് നമ്മൾ ബിജലി എന്നാണ് പറയാറ്. ബിജലി ബാദൽ കോ ചംകാത്തി ഹെ, ലൈറ്റ്നിങ് അല്ലെങ്കിൽ മിന്നൽ. ബാദൽ, ബാദൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘം, മേഘത്തെ. ബാദൽക്കോ എന്ന് പറയുമ്പോൾ മേഘത്തെ. ചംകാത്തി ഹെ തിളക്കുന്നു, അല്ലെ, പ്രകാശിപ്പിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ഇനി അന്ധിയാരെ മേം, അന്ധകാരത്തിൽ അല്ലെങ്കിൽ ഇരുട്ടിൽ. പ്രകാശ് ഫൈലാക്കർ, പ്രകാശം, അന്ധകാരത്തിൽ പ്രകാശം പരത്തിക്കൊണ്ട്. രാഹ് ദിഖാത്തി ഹെ, രാഹ് എന്ന് പറഞ്ഞാൽ വഴി, വേ. രാഹ് ദിഖാത്തി ഹെ വഴി കാണിക്കുന്നു. അപ്പൊ ഈ അർത്ഥമുള്ള വരികള് നമ്മുടെ കവിതയിലുണ്ട്. അത് നോക്കി നമ്മൾ എഴുതണം. ബിജലി ബാദൽ കോ ചംകായി, അന്ധിയാരെ മേം രാഹ് ദിഖായി. ഇതേ ഏകദേശം ഇതേ കാര്യങ്ങൾ തന്നെയാ അല്ലെ, ഇതേ വേർഡ്സ് തന്നെ എവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേ അർത്ഥം തന്നെയാണ് ഈ ഒരു വരിക്കും ഈ രണ്ട് വരികൾക്കും വന്നിരിക്കുന്നത്. അടുത്ത പോർഷൻ ഇങ്ങനെയാണ്. ഹവ ബാദൽ കോ പകഡ്കർ ലാത്തി ഹെ. ഹവ എന്ന് പറയുമ്പോൾ കാറ്റ്, ബാദൽ കോ മേഘത്തെ, പകഡ്കർ പിടിച്ചുകൊണ്ട് വരുന്നു, ലാത്തി ഹെ കൊണ്ടുവരുന്നു. അപ്പം കാറ്റ് മേഘത്തെ പിടിച്ച് കൊണ്ടുവരുന്നു. ആകാശ് മേം ബാദൽ, ആകാശത്തിൽ മേഘം. കാലെ കമ്പൽ ജയ്സെ, കറുത്ത, കാല എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്, കറുത്ത കമ്പിളി പുതപ്പ് പോലെ. ജയ്സെ എന്ന് പറയുമ്പോൾ പോലെ എന്നുള്ള അർത്ഥമാണ്. ഛാ ജാത്ത ഹെ പരന്ന്, സ്പ്രെഡായി കിടക്കുന്നു. വഹ് ബഹുത് സുന്ദർ ലഗ്ത ഹെ അത് വളരെ, ബഹുത്ത് എന്ന് പറയുമ്പോൾ വളരെ, സുന്ദരം ആയി തോന്നുന്നു. അപ്പോ ഈ അർത്ഥമുള്ള വരികൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അത് നമ്മുടെ പോർഷനിൽ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നിട്ടുണ്ടാവും. ഹവ പകഡ്കർ ലാത്തി സർസർ, ഛായേ ജൈസെ കാലെ കമ്പൽ, കിത്തനെ സുന്ദർ ലഗ്തെ ബാദൽ. ഈ സെന്റൻസിൽ ഈ വരികളില് കമ്പിളിപ്പുതപ്പ് പോലെ പരന്നു കിടക്കുന്ന കറുത്ത ബാദൽ അല്ലെങ്കിൽ മേഘത്തെ കുറിച്ചാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്.
നന്നെ ജൽ കണോംസെ. നന്ന എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ. നന്നെ ജൽ കൺ, ജലകണം അല്ലെ, മലയാളത്തിലും പറയാറുണ്ട്. വെള്ളത്തുള്ളിക്ക് പറയുന്നതാണ് ജലകണം. നന്നെ ജൽ കണോംസെ, വളരെ ചെറിയ ജലകണങ്ങൾ കൊണ്ട് ബാബ് ബൻതിഹെ, നീരാവി ഉണ്ടാകുന്നു. ബൻതിഹെ ഉണ്ടാകുന്നു. ബാബ് സെ, നീരാവിയിൽ നിന്ന്. ബാദൽ ബൻതാഹെ, മേഘം ഉണ്ടാകുന്നു. ബാദൽ എന്ന് പറയുമ്പോൾ മേഘം. ബൻതാഹെ ഉണ്ടാകുന്നു. ഠണ്ട ഹോനെ പർ, തണുത്ത് കഴിയുമ്പോൾ. പർ എന്ന് പറയുമ്പോൾ അപ്പോൾ, ഇൽ എന്നുള്ള അർത്ഥമാണ്. ഠണ്ട ഹോനെ പർ ബാദൽ ബറസ്താഹെ, മേഘം പെയ്യുന്നു. അപ്പൊ മഴ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നാണ് ഈ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് ചേർന്ന വരികൾ നമ്മൾ നമ്മുടെ കവിതയിൽ കണ്ടായിരുന്നു. ഇതേ വാക്കുകൾ തന്നെ ഇവിടെയും ഉണ്ട്. നന്നെ ജൽക്കൺ ഗയേ ബാപ്പൻ, ഉസി ബാപ്നെ ഠണ്ടക് പായി, ബാദൽ ബർസെ ബർസ ആയി. ഇതേ വരികൾ അല്ലെ, ഇതേ വാക്കുകൾ, ഇതേ അർത്ഥമുള്ള വരികള് നമ്മുടെ കവിതയിൽ നിന്ന് നോക്കി എഴുതണമെന്നാ പറഞ്ഞത്. ഇനി നമ്മുടെ ബുക്കിലെ അവസാനത്തെ ആക്ടിവിറ്റി ഇങ്ങനെയാണ്. ബത്തായേം, പറയൂ. ബാരിഷ് കെ ആനെ പർ, മഴയുടെ. കെ എന്ന് പറയുമ്പോൾ ഉടേ എന്നുള്ള അർത്ഥത്തിലാണ്. ബാരിഷ് കെ ആനെ പർ, മഴയുടെ വരവിൽ. കോൻ കോൻ ഖുഷ് ഹോത്തെ ഹെ, ആരെല്ലാം സന്തോഷിക്കുന്നു എന്നാണ്. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. ആ പിക്ചറിലുള്ള ആളുകളുടെ എല്ലാം പേരുകൾ നമുക്ക് നിരത്തി എഴുതാൻ പറ്റും അല്ലെ. ഇതിൽ എഴുതിയപ്പോ മേഘക്കിനെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. മേഘക്കും നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇനി പ്രകൃതി ദൃശ്യോങ്ക എന്ന് പറയുന്ന പ്രകൃതി ദൃശ്യങ്ങളുടെ എന്നാണ്. ചിലപ്പോൾ നമ്മളോട് കളർ കൊടുക്കാനോ ഒക്കെ പറഞ്ഞേക്കാം. അപ്പൊ ഈ വാക്കിന്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ കാണുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതാം. ബാരിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടെ കാണുന്ന എന്തൊക്കെയാണ്? നദിയുണ്ട്, ചിടിയ കിളിയുണ്ട്, പിന്നെ തിത്തലിയാം ബട്ടർഫ്ലൈസ് ഉണ്ട് അല്ലെ. തിത്തലിയാം എന്ന് പറഞ്ഞ ബട്ടർഫ്ലൈസ്. ഘാസ് പുല്ലുണ്ട്. പേട് മരം അല്ലെ, മരം അവിടെയെല്ലാം കാണുന്നുണ്ട്. പേടുണ്ട്. പഹാഡ് എന്ന് പറഞ്ഞ മല, പഹാഡുണ്ട്. ബാദൽ മേഘമുണ്ട്. അപ്പൊ എല്ലാരും സന്തോഷിക്കുകയാണ് മഴ വരുമ്പോൾ എന്നാണ്. ഇനി പങ്ക്തിയാൽ ലിഖേ, നമ്മളോട് എന്തെങ്കിലും കവിത എഴുതാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും ഹെഡിങ് കൊടുക്കണം. ഇപ്പൊ ബാരിഷെന്നോ അല്ലെങ്കിൽ ബാദൽന്നോ ഖുഷിന്നോ എന്തും കൊടുക്കാം. പക്ഷെ ഹെഡിങ് അവിടെ നിർബന്ധമാണ്. ഒരു ചെറിയ പോയോ നമുക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റും. കുട്ടികൾക്കെല്ലാം നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.